അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിരുന്നു. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ബിരിയാണി മസാല പൊടിയുടെ റെസിപ്പിയും പെട്ടെന്ന് തന്നെ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇടാൻ കുറച്ചൊന്ന് ലേറ്റായപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി മസാലപ്പൊടി എവിടെയെന്ന്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും മുന്നോട്ടും ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ബിരിയാണി മസാലപ്പൊടിയുടെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത്. ആദ്യമായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് വലിയ ജീരകമാണ്. അതൊരു 2 വലിയ ടേബിൾ സ്പൂൺ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ ഷാജീര ആണ്. ഇത് നമ്മുടെ ചെറിയ ജീരകമല്ല, കടയിൽ വാങ്ങാനായിട്ട് കിട്ടും. 1/2 ടേബിൾ സ്പൂൺ ഷാജീരകമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഏലക്കയാണ്. അതൊരു 9-10 ഏലക്കയോളം നമുക്കിതിലേക്ക് എടുക്കാം. അടുത്തതായിട്ട് ഗ്രാമ്പു 1/2 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് തക്കോലമാണ്. അത് ഞാൻ ഇതുപോലെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ജാതിപ്പൂവാണ്. അത് ഇതുപോലൊരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതും ഇതിലേക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് ജാതിക്ക, അതും ഇതുപോലൊരു കഷ്ണം എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കറുകപ്പട്ട, അത് ഒരു 2 വലിയ പീസ് എടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ബേ ലീഫാണ്. ബേ ലീഫ് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്, കാരണം ലീഫും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്കൊരു 2-3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാനുള്ളൊരു പൊടി കാണും. ഇത് അതിൽ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് ഇരട്ടിയായിട്ട് എടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് ഒരു എയർ കയറാത്ത നല്ലൊരു ടിന്നിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതിയാവും. ഇപ്പോൾ ബിരിയാണി മസാലയായിട്ട് നമുക്ക് കോമൺ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. എന്നാലും ചില ബിരിയാണിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഞാൻ വരുത്താറുണ്ട്. അത് മാത്രമല്ല, അളവുകളും വ്യത്യാസം ഉണ്ടാകുമല്ലോ തീർച്ചയായിട്ടും. എല്ലാത്തിലും ഒരേപോലല്ല. എല്ലാത്തിലും ഞാൻ പറഞ്ഞത് ബീഫ് അല്ലെങ്കിൽ ഫിഷ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എല്ലാത്തിലും ഒരേപോലെ അല്ലല്ലോ മസാല ചേർക്കുന്നത്. ടേസ്റ്റിൽ തന്നെ എന്തായാലും ഡിഫറൻസ് വരും. അപ്പോൾ അതൊക്കെ നമുക്ക് അതാത് ബിരിയാണി എടുക്കുന്ന സമയത്ത് ക്ലിയർ ആക്കി പോവാം. ഇപ്പം നമുക്കിതിലേക്ക് ഞാൻ ആ ബേ ലീഫ് കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ തരികളൊന്നും ഇല്ലാതെ തന്നെ മാക്സിമം നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. ഇനി ഇതിൽ കുരുമുളക്, മല്ലി, മുളക്, അതുപോലെ മഞ്ഞൾ ഇതൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ അതൊക്കെ നമ്മൾ മസാലയിലല്ലാതെ തന്നെ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. ബേ ലീഫ് നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം. അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ബിരിയാണി മസാല പൊടിക്ക്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.